അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങിന്റെ പതാക ഉയർത്തൽ അല്പസമയത്തിനകം തുടങ്ങും. ചടങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണിപ്പോൾ. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, വിശദാംശങ്ങൾ. പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണവും ഒക്കെ ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആ മേഖലകളിൽ പുരോഗമിക്കുകയാണ്. ഇരുവശത്തുമായി ആളുകൾ അദ്ദേഹത്തിനെ വരവേൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ പൂക്കളൊക്കെ പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ വാഹനം കടന്നു പോകുന്ന പാതയോരങ്ങളിലെല്ലാം ആളുകൾ കാത്തുനിന്ന് അദ്ദേഹത്തിനെ കൈവീശി കാണിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ആദ്യഘട്ടത്തിൽ സപ്ത ക്ഷേത്ര ദർശനമായിരിക്കും നടത്തുക. അത് രാവിലെയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം അദ്ദേഹം രാവിലെ 11 മണിയോടുകൂടി മാതാ അന്നപൂർണ ക്ഷേത്രം സന്ദർശിക്കും. പിന്നീട് 12 മണിയോടുകൂടിയായിരിക്കും ഈ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തുക, ഈ ധ്വജാരോഹണ ചടങ്ങ് നടത്തുക. അതിനുശേഷം അദ്ദേഹം പൊതു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സന്ദർശനവുമൊക്കെയായി ബന്ധപ്പെട്ട് നിലവിൽ 2:30 ശേഷം മാത്രമാണ് മറ്റുള്ള ആളുകൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ ക്ഷേത്ര പരിസരത്തും ആ മേഖലകളിലും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ എത്തിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഒപ്പം തന്നെ RSS മേധാവി മോഹൻ ഭഗവത് എന്നിവർക്കൊപ്പം 108 ആചാര്യന്മാരും രാവിലത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.